ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ചിരിക്കാനുള്ള വകയുമായിട്ടാണ്. കുറച്ച് ഫ്ലോപ്പായ റെസിപ്പീസുകളും ഇതിൻ്റെ പിന്നിലുള്ള കുറച്ച് വിശേഷങ്ങളും. അപ്പോൾ ചിരിക്കാൻ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ. ഞാനിവിടെ കാണിക്കുന്നതൊക്കെ കുറേ മുമ്പ് ചെയ്തതാണ് കേട്ടോ, ഈ അടുത്ത് ചെയ്തതൊന്നുമല്ല. ഈ ഒരു ഫുൾ ജാർ സോഡ കുറേ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ഒന്ന് ഫ്ലോപ്പായിട്ടുണ്ട്. സോൾട്ട് മിക്സ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പിന്നെ രണ്ടാമത് ചെയ്തിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. ഞാൻ സബ് ടൈറ്റിൽ കൊടുത്തിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് വീഡിയോസിന് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം സൗണ്ട് കൊടുക്കുമ്പോൾ നല്ലോണം ബുദ്ധിമുട്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ സ്ലാങ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, എന്നാലും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും. ഇതെല്ലാവർക്കും ഈ വീഡിയോ എല്ലാവർക്കും യൂസ്. ഇതൊക്കെ കുറേ മുമ്പ് ചെയ്തതാട്ടോ. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്യാറില്ല, പിന്നെ വേറെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാറാണ് പതിവ്. നമ്മൾ ഇത്ര ചെയ്തിട്ടുള്ള റെസിപ്പി ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു റെക്കോർഡ് ചെയ്യുമ്പോൾ ഒക്കെ മിസ്റ്റേക്ക് വരാറുണ്ട്. ഈ ഒരു നൂഡിൽസ് ചെയ്യുമ്പോൾ വേവ് കുറേ കൂടിപ്പോയതാണ്. ഇങ്ങനെ ഒരു റെക്കോർഡ് ചെയ്യുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ വീട്ടിലാരെങ്കിലും വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാറുള്ള സംഭവങ്ങൾ, അതിൻ്റെ പിറകിലൊക്കെ പോകേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു റെക്കോർഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഓഫ് ചെയ്തിട്ട് പോയാലും ആ ഒരു ചൂടിൽ ഇങ്ങനെയൊക്കെ നമുക്ക് അബദ്ധം പറ്റാറുണ്ട്. പിന്നെ ഈ ഒരു ക്യാരറ്റ് ക്രീമി പുഡിങ് ഞാൻ എന്തെല്ലോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കിയതാണ്. ഇത് 2 ലെയറായിട്ടാണ്. താഴത്തെ ലെയർ ഒരു ക്രീമി ടെക്സ്ചറിലും മുകളിലത്തെ ലെയർ പുഡിങ് ടെക്സ്ചറിലും അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. എനിക്കെന്തോ അങ്ങനെ ചെയ്തപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തോ അത്ര ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തിട്ട് താഴത്തെ ലെയർ പുഡിങ്ങും മുകളിലത്തെ ലെയർ ക്രീമി ടെക്സ്ചറിലും അങ്ങനെയാണ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി കുറച്ച് പിന്നാമ്പുറ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ. ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചണ്. ചെറിയ കിച്ചണായതുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. ബാംഗ്ലൂർ ആണെങ്കിൽ ഇതിനേക്കാളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു ടേബിൾ പോലും വാങ്ങിയിട്ടിടാനുള്ള സ്പേസ് ഇല്ല കേട്ടോ. ഇതിനേക്കാളൊക്കെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ട് വീഡിയോ എടുക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. ഇതുപോലുള്ളൊരു ട്രൈപോഡിൽ മൊബൈൽ ഫോൺ വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റാറുണ്ട്, അല്ലെങ്കിൽ ഒട്ടും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മറക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ഷീറ്റ് വെക്കാറുണ്ട്. ആദ്യമൊന്നും വെക്കാറില്ലായിരുന്നു, പിന്നെ എനിക്കതൊരു ബോറായിട്ട് തോന്നിയത് കൊണ്ട് പിന്നെ ഞാൻ വെക്കാറുണ്ട്. പിന്നെ നല്ല ലൈറ്റൊക്കെ വാങ്ങണമെന്നുണ്ട്, കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ കൗണ്ടർ ടോപ്പിൽ ഇതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു പലക വെക്കാറുണ്ട് കേട്ടോ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. ഇത് ഇന്നലെ അപ്ലോഡ് ചെയ്ത ചോക്കോഫിൽ കുക്കീസ് കേട്ടോ. ഇത് ആദ്യം ചെയ്തപ്പോൾ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ രണ്ടാമത് ചെയ്തിട്ടാണ് അപ്ലോഡ് ആക്കിയത്. അതിൽ ചെയ്യേണ്ട രീതിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നല്ലോണം ബുദ്ധിമുട്ടാകുന്നുണ്ട്, ക്യാമറ കുറച്ച് ദൂരം വെക്കുന്നത് കൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു 75 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. കണ്ടിന്യൂ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ കുറച്ച് കാണിക്കും, പിന്നെ പോയിട്ട് പൗസാക്കി വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ട്രൈപോഡ് വലുതാക്കി വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത് കൊണ്ട് നല്ലോണം ബുദ്ധിമുട്ടാകുന്നുണ്ട്. പിന്നെ മക്കൾ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകും, അത്രയേ ഉള്ളൂ. അങ്ങനെയൊന്നും അവർ ഹെൽപ്പ് ചെയ്യാറില്ല. ഡൈനിങ് ഹാളിലോട്ടോ ഈ ഒരു പരിപാടി. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട്, ഈ ഷീറ്റ് ചെയ്തത് കുറച്ചൊന്ന് ചെറുതായിട്ടുണ്ട്, അതൊന്ന് വലുതാക്കി ചെയ്യിക്കണമെന്നുണ്ട്. കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട് ഇവിടെയും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയും കാണിക്കും. അതുപോലെ എഡിറ്റിംഗ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാകാറുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാകാറുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ കട്ടാക്കി എടുക്കാനുണ്ടാകും. ഞാൻ ആദ്യം കമ്പ്യൂട്ടറിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ ഫോണിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതൊക്കെ ഇതിനു വേണ്ടി പഠിച്ചെടുത്തതാണ്, ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ഹലോ അസ്സലാമലൈക്കും. ബേക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ നല്ലൊരു ബേക്കിംഗ് റെസിപ്പിയുമായിട്ടാണ്. ചോക്ലേറ്റ് കുക്കീസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വിശേഷങ്ങൾ. ഇനിയും കുറേ പറയാനുണ്ട്, ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി ഒരിക്കൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്